കോഴിക്കോട് കാവിലുംപാറയിൽ ജനവാസ മേഖലയിൽ ഇറങ്ങിയ കുട്ടിയാനയെ മയക്കുവെടി വെച്ചു. കരിങ്ങാട് ഓടേരിപ്പോയിൽ ഭാഗത്ത് വെച്ചാണ് മയക്കുവെടി വെച്ചത്. 2 വയസ്സുള്ള കുട്ടിയാനയെ മുത്തങ്ങയിലേക്ക് മാറ്റും. സമീർ സി മുഹമ്മദ് കോഴിക്കോട് ചെയ്തു. സമീർ, വിവരങ്ങൾ. സുഹൈൽ, 2 ആഴ്ചത്തോളമായി ജനവാസ മേഖലയിൽ ഈ കുട്ടിയാന ഇറങ്ങിയിട്ട് വലിയ ബുദ്ധിമുട്ടാണ്. ഈ കുട്ടിയാനയെ കൊണ്ട് വലിയ രീതിയിലുള്ള നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. മാത്രമല്ല, അവിടെ 6 പേർക്ക് ഈ കുട്ടിയാനയുടെ ആക്രമണത്തിൽ പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. അതേ തുടർന്നാണ് വലിയ പ്രതിഷേധം നാട്ടുകാരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായത്. ഇവിടെ എത്തിയ വാച്ചർമാരെ തടഞ്ഞു വെക്കുന്ന നടപടി ഉൾപ്പെടെ നാട്ടുകാരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നു. അതിനൊടുവിലാണ് ഈ കുട്ടിയാനയെ മയക്കുവെടി വെച്ച് പിടികൂടാനുള്ള ശ്രമവും അതുമായി ബന്ധപ്പെട്ട നടപടിയിലേക്കും നീങ്ങിയത്. മന്ത്രി AK ശശീന്ദ്രന്റെ നിർദ്ദേശപ്രകാരമായിരുന്നു അത്തരമൊരു നടപടി. ചീഫ് വൈൽഡ് ലൈഫ് വാർഡന്റെ ഉത്തരവ് വന്ന പശ്ചാത്തലത്തിൽ പിന്നീട് കുട്ടിയാനയ്ക്ക് വേണ്ടിയുള്ള തിരച്ചിലായിരുന്നു. ഇടയ്ക്ക് ജനവാസ മേഖലയിലേക്ക് എത്തും, പിന്നീട് ഉൾക്കാട്ടിലേക്ക് തന്നെ പോകും. അത്തരമൊരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. ഈ വേളയിലാണ് ഇപ്പോൾ കുട്ടിയാനയെ കണ്ടെത്താൻ കഴിഞ്ഞത്. കരിങ്ങാട് ഓടേരിപ്പോയിൽ ഭാഗത്ത് വെച്ചുകൊണ്ടാണ് കുട്ടിയാനയെ കണ്ടത്. അവിടെ വെച്ചുകൊണ്ടാണ് ഇപ്പോൾ മയക്കുവെടി വെച്ചിരിക്കുന്നത്. കുട്ടിയാനയെ വൈകാതെ തന്നെ അവിടെ നിന്ന് താഴേക്ക് കൊണ്ടുവരും. പിന്നീട് ലോറിയിൽ കയറ്റിക്കൊണ്ട് മുത്തങ്ങയിലേക്ക് കൊണ്ടുപോകും എന്നാണ് ഇപ്പോൾ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ അറിയിക്കുന്നത്. മുത്തങ്ങയിലുള്ള അവിടെ ക്യാമ്പുണ്ട്. ആ ക്യാമ്പിലേക്ക് കൊണ്ടുപോയി അവിടെ അതിനെ പാർപ്പിക്കും. തുടർന്ന് അതിനെ മറ്റ് ചട്ടങ്ങളൊക്കെ പഠിപ്പിച്ച് നല്ല രീതിയിൽ അതിനെ അവിടെ സംരക്ഷിക്കും എന്ന കാര്യമാണ് ഇപ്പോൾ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നത്. വലിയ ഒരു ആശങ്കയാണ് കഴിഞ്ഞ ദിവസങ്ങളായിക്കൊണ്ട് ഈ മേഖലയിൽ ഉണ്ടായിരുന്നത്. ആ ഒരു വേളയിലാണ് ഇപ്പോൾ ഈ മയക്കുവെടി വെക്കാനും അതുപോലെ തന്നെ ആ കുട്ടിയാനെ പിടികൂടിക്കൊണ്ട് ഇവിടുന്ന് മാറ്റാനുമുള്ള നടപടികൾ പുരോഗമിക്കുന്നത്. നാട്ടുകാർക്ക് വലിയ ആശ്വാസം നൽകുന്ന ഒരു കാര്യം തന്നെയാണ്. എന്തായാലും വൈകാതെ തന്നെ ഈ കുട്ടിയാനെ ഇവിടുന്ന് മുത്തങ്ങയിലേക്ക് മാറ്റും എന്ന കാര്യമാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ അറിയിക്കുന്നത്. സുഹൈൽ.